നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ന് വീണ്ടും സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി ഇതിനായി പ്രത്യേക നയതന്ത്ര സംഘത്തോടൊപ്പം പാകിസ്ഥാൻ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തുവന്നിരുന്നു. ഇസ്ലാമാബാദ്, മസ്കറ്റ്, മോസ്കോ എന്നിവിടങ്ങളിലേക്കുള്ള പ്രാദേശിക സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് അരാങ്ചി പാകിസ്ഥാനിൽ എത്തുക. ഇറാന്റെ വെല്ലുവിളികൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം ശക്തമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിലേക്ക് മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ ഇന്നലെയാണ് അയച്ചത്. എന്തായാലും അമേരിക്കൻ സംഘവും ഇപ്പോൾ ഇസ്ലാമാബാദിലേക്ക് പോവുകയാണ്. അതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാന്റെ മണ്ണിൽ വീണ്ടും സമാധാന ചർച്ചകൾ നടന്നേക്കാമെന്നും ഇന്നലെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. അതേസമയം ഇറാൻ ഇതിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി ഇതിനായി പ്രത്യേക നയതന്ത്ര സംഘത്തോടൊപ്പം പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നായിരുന്നു ഇന്നലെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ചെറിയ ചർച്ചാ സംഘത്തോടൊപ്പം ഇസ്ലാമാബാദിൽ എത്തുന്ന അരാങ്ചി യുഎസുമായി പുതിയ ഘട്ട സമാധാന ചർച്ചകൾ നടത്താൻ സാധ്യതയുണ്ടെന്ന് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചർച്ചകൾക്കായി അമേരിക്കയുടെ ലോജിസ്റ്റിക്സ് ആൻഡ് സെക്യൂരിറ്റി ടീം ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം അവസാനിപ്പിക്കാൻ ഈ നയതന്ത്ര ഇടപെടലുകൾ വഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് USS ജോർജ് H.W. ബുഷ് എന്ന കൂറ്റൻ വിമാനവാഹിനി കപ്പലിനെ ട്രംപ് നിയോഗിച്ചിരിക്കുന്നത്. ഇതോടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന സൈനിക സാന്നിധ്യമാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഉറപ്പാക്കിയിരിക്കുന്നത്. ഇറാൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നോ ഉള്ള ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പെന്റഗണിൽ നടന്ന പത്രസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാന്റെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തള്ളിക്കളഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നീക്കം. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം പിന്മാറിയെന്ന വാർത്ത പുറത്തുവന്നിരുന്നു. അവരെ സാമ്പത്തികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിനുശേഷം ട്രംപ് നാവിക ഉപരോധം പ്രഖ്യാപിച്ചത്. കടലിടുക്കിലൂടെയുള്ള എല്ലാ സഞ്ചാരപാതകളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഇറാൻ ഇപ്പോൾ കടൽ കൊള്ളക്കാരെ പോലെയാണ് പെരുമാറുന്നതെന്നും ഹെഗ്സെത്ത് കുറ്റപ്പെടുത്തി. ഇതിനിടെ അമേരിക്കൻ നീക്കത്തിനെതിരെ ഇറാനും ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ കടൽ ബോംബുകൾ വിന്യസിച്ചുകൊണ്ടും വേഗമേറിയ ബോട്ടുകൾ ഉപയോഗിച്ച് എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്തും ഇറാൻ പ്രതിരോധം തീർക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച 3 എണ്ണക്കപ്പലുകൾ ഇറാൻ ആക്രമിക്കുകയും 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കടലിടുക്കിലെ സംഘർഷം മുറുകിയതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന പാത തടസ്സപ്പെട്ടതോടെ അമേരിക്കയിൽ ഗ്യാസ് വില ഗാലന് $4 മുകളിലെത്തി. വ്യാഴാഴ്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന്റെ എണ്ണ കടത്തുകയായിരുന്ന മെജസ്റ്റിക്സ് എസ് എന്ന കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരുന്നു.